എന്റെ പൊന്നാളിയ ഇൻസ്റ്റ മുഴുവൻ നല്ല കിടിലം പെമ്പിള്ളേര്. ഇതൊക്കെ അയർലൻഡിൽ എവിടാണോ കോപ്പ്? നമ്മളൊന്നും കാണുന്നില്ലടാ. നീ കാണലെന്ന് പറയടാ, ഞാനേ മറ്റുള്ള ശ്രദ്ധിക്കാറില്ല. ഞാനാണ് നോക്കുന്ന മുഴുവൻ തള്ള വൈവ്. പിന്നെ നിന്നെ പോലെ കുറെ ഷട്ടന്മാരെ കാണാം. നമ്മളോട്ടൻ, നീ കണ്ട പെണ്ണുങ്ങളുടെ ഫ്രണ്ടും ബാക്ക് നോക്കി വെള്ളവർക്കാണ്ട് കിടന്നുറങ്ങിയടാ. ബിബിനേട്ടൻ, നിങ്ങളാണ് കുട്ടിശങ്കറിന്റെ ഫ്രണ്ടും ബാക്കും നോക്കി വെള്ളം ഇറക്കുന്ന ടീംസ് ചേട്ടാ. അത് വേണ്ടേട്ടാ, ആനയുടെ തൊട്ട കളിയൊന്നും വേണ്ട. അതൊക്കെ പോട്ടെ, നാളെ അസോസിയേഷന്റെ പ്രോഗ്രാം അല്ലേ, വിഷു ആയിട്ട്. എന്തോ വല്ല ഐഡിയ ഉണ്ടോ? ഒരു അനക്കവും ഇല്ലല്ലോ. എന്തൊട്ട് പരിപാടിയടാ, ഇവിടെ ഒരു തേങ്ങയില്ല. പറയടാ. നാളെ നാട്ടിലായിരുന്നുണ്ടല്ലോ, നല്ല സെറ്റ് സാരിയൊക്കെ ഇട്ട് നല്ല പൊട്ടൊക്കെ തൊട്ട് നല്ല ശാലീന സുന്ദരിമണികളെയൊക്കെ കാണായിരുന്നു. അതൊക്കെ ഈ അയർലൻഡിൽ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഷേ, നീ കിടന്ന് ഉറങ്ങിയടാ ശവി. ലൈറ്റ് ഓഫ് ചെയ്യടാ. നിനക്ക് ഈ തലയാണയും കെട്ടിപ്പിടിച്ചിരിക്കാനുള്ള യോഗയുള്ളു. തട്ടല്ലേട്ടാ. പോയെ പോയെ. കൊള്ളാലോ. ഇവിടെ പെമ്പിള്ളാര്. അടിപൊളി അടിപൊളി അടിപൊളി. എടാ മാങ്ങാണ്ടി മോറ, ഇന്നലെ നീ ഷർട്ടും മുണ്ടും തേച്ച് ഇതിനായിരുന്നല്ലടാ. ചതിയാ. ചേട്ടാ വാഷ്റൂം. നീ പോയാ മുണ്ടെടുത്തിട്ട് വന്നേ. ഇതിനും മാത്രം മുണ്ടെടുത്ത് നോക്ക. ഇത് ദാഡി സൈഡ്. സമ്മതിക്കൂല. ഹരിതക്കുട്ടിയുടെ മുടി നല്ല ഭംഗിയുണ്ടേട്ടാ. എല്ലാരും കൊള്ളാട്ടാ. ചേട്ടൻ എങ്ങനെയാ എല്ലാവരുടെയും പേരറിയാവുന്നത്? കണ്ണ് കണ്ടാ മനസ്സിലാവില്ലേ? പിന്നെ ഒന്ന് പോ ചേട്ടാ. കണ്ണ് കണ്ട് സിംഗിളാന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ പേര് പറയുന്ന കുഴപ്പം? ചില ആൾക്കാരുടെ സ്വഭാവം കണ്ടാ മനസ്സിലാവില്ലേ? അമലല്ലേ ചേട്ടൻ്റെ ചേച്ചി പഠിച്ചിട്ടുണ്ട്. ഇവന് നല്ല പ്രായമുണ്ട്. ഞാൻ തന്നെ അവനെ ചേട്ടാന്നല്ലേ വിളിക്കണേ. നമ്മുടെ അമലൂട്ടൻ. വിഷു ആയിട്ടേ നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം വിളിച്ച് ഒരു സദ്യ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചു. നമ്മുടെ
ടിജോയും സണ്ണിച്ചനും ഒന്നും വന്നില്ലല്ലോ ബെന്നിച്ച. അത് പിന്നെ അവർക്ക് വേറെ എന്തോ പരിപാടി പറഞ്ഞു. ഓ, എനിക്ക് കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഓക്കെ. ആ വീടൊക്കെ എങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാ? ആ, കുഴപ്പമില്ല. അല്ല ചേട്ടാ, അപ്പോ അവരിവിടെ ഇല്ലേ? ഇവന്മാരെ എങ്ങനെങ്കിലും പറഞ്ഞു വിട്ടാ മതി. ആണല്ലേ? ആ എടീ നോക്കേ, ഒരു ഉടുപ്പില്ലാതെ എന്നെ അവിടെ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? എനിക്ക് ഇവിടെമാരെ കണ്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവരൊക്കെ എല്ലാരും വന്നു തുടങ്ങുന്നേ ഉള്ളൂ. കേറിയിരുന്നോ കേട്ടോ. ആ, അല്ല പേര് അല്ല ചേട്ടൻ ആളെ കണ്ടാ പേര് മനസ്സിലാകത്തില്ലേ? ബിപിൻ ചേട്ടാ പറ. ചേട്ടൻ സൂപ്പറാ. ഞങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കി പേര് കറക്റ്റ് ആയിട്ടാ പറഞ്ഞത്. സാബുല്ലടാ. അതെ, എങ്ങനെ മനസ്സിലായി? അല്ല ചേട്ടാ, അപ്പൊ ഈ റെന്റ് എങ്ങനെയാ? ഓ റെന്റ് അതൊക്കെ നോക്കണെന്തിനാ? നിങ്ങളുടെ എല്ലാ ആവശ്യത്തിനും ഞാൻ ഉണ്ടല്ലോ. ആ റെന്റ് അതൊരു പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ അയർലൻഡിൽ വെതർ മാറുന്നതിനേക്കാളും വേഗത്തിലാണ് റെന്റ് മാറിപ്പോകുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ നോക്കിക്കേ. അല്ല, എല്ലായിടത്തും. ഇപ്പോൾ നിങ്ങളുടെ റെന്റ് ഒന്ന് പറഞ്ഞേ. 500 ചേട്ടാ. ആ ഓരോരുത്തർക്കും ഓരോ റെന്റ് ആയിരിക്കും. 500 ചേട്ടാ. ഞങ്ങൾ രണ്ടും ഒരു റൂമാ ഷെയർ ചെയ്യുന്നത്. ഓ ഞങ്ങൾക്കും റെന്റൊക്കെ ഉണ്ടേ. തരാറില്ലെന്നേ ഉള്ളൂ. ആ പറഞ്ഞത് പോയിന്റ്. സദ്യ റെഡി ആയിട്ടുണ്ടേ. അതേണ്ട, ഇവിടെ താമസിക്കുന്നതന്നെ ആദ്യം ഓടണേ. മേടമൊന്നു വന്നേ വിഷു കൊന്ന പൂത്തു നിന്നേ കോടി നീ അണിഞ്ഞേ വിഷു കണിയൊരുങ്ങി വന്നേ ഒന്നിനൊന്നായി കറികൾ തുളുമ്പി വന്നേ കണ്ണിറഞ്ഞു മുന്നിൽ നിറസദ്യ തൂവി നിന്നേ ഒരു പിടി ഇളക്കി മറിച്ച് കുഴച്ചടിക്കണ പെണ്ണാളാണേ ചെറുചിരി നാണമെന്തേ അടിപൊളിയല്ലേ കളിച്ചിരി രുചി പകരണ നേരമായൊരുങ്ങി നിന്നേ ഇലകളിൽ ഒരു നിരയായി വന്നു നിന്നാട്ടെ മൊത്തത്തിൽ മിന്നണ ചേലും മൊത്തമായി കൂടെയുണ്ടെന്നേ തൊട്ടുകുട്ടി നുണയുന്ന രുചി പ്രമാദമല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചേച്ചിയാണല്ലേ ഉണ്ടാക്കിയേ? ആ നല്ല കാര്യായി. ഇത് ചേച്ചി ഉണ്ടാക്കുന്നതല്ല, ആൻസിക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. എല്ലാം ഡെയിലി ഡിലൈറ്റ് എന്നാ. അതാവുമ്പോ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. മേടമൊന്നു വന്നേ വിഷു കൊന്ന പൂത്തു നിന്നേ കോടി നീ അണിഞ്ഞേ വിഷു കണിയൊരുങ്ങി വന്നേ. കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ? നല്ല പായസം. അതെ, നമുക്കിനി ഒരു ഗെയിം കളിച്ചാലോ? ഞങ്ങളുണ്ട് കേട്ടാ. അതെ, നമുക്ക് ഈ സൈഡിൽ നിന്നാണ് തുടങ്ങാം. ആ ഈ ഗെയിം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓണക്കളികളുണ്ട്, വിഷുക്കളികളുണ്ട്. ആ അത് പോട്ടെ. ഇപ്പൊ നമ്മുടെ ഈ അയർലൻഡിലെ പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചാൽ ആരാ? നമസ്കാരം. ആ സണ്ണിച്ച, ഇതാണ് പരിപാടി. അല്ലെ ഇവിടെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. അവിടെ എന്നാലും എന്റെ പെണ്ണി നീ നീട്ടിത്തുമ്പോ ഞാനറിയും. എന്നാലും ഇത്ര ആൾക്കാർ പരിപാടി വിളിച്ചിട്ട് നീ എന്നെ വിളിച്ചോ? എന്നാലും എന്റെ നാറി എന്റെ വീട്ടിൽ റെന്റ് താമസിക്കുന്ന നീ 2 പിള്ളേരെ വരെ വിളിച്ചു. എന്നിട്ട് നീ എന്നെ വിളിച്ചോ? ചേട്ടനോട് പറയണ്ടെന്ന് ബെന്നിച്ചേട്ടൻ പറഞ്ഞു. അത് പിന്നെ ചേച്ചിക്ക് ഇഷ്ടപ്പെടില്ല. ആർക്ക് ഇഷ്ടപ്പെടില്ല?
സണ്ണിച്ചൻ എന്താ ഇത്ര ലേറ്റ് ആയിട്ട് വരുന്നത്? വിളിക്കാത്ത പരിപാടിക്കൊന്നും ഞാൻ പോകത്തില്ല. നാളെ എന്റെ കൊച്ചിനെ ഇവിടെ ആക്കുന്ന കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഞാൻ പോയേക്കുവാ. സണ്ണിച്ചൻ എന്താ ഈ പറയുന്നത്? ആര് വിളിച്ചില്ല എന്നാ? നിങ്ങൾ കെട്ടിയവന് കെട്ടിയോളൂ ഉരുളി കളിച്ചു നോക്കാൻ മതി. ഞാൻ പോയേക്കുവാ. അയ്യോ എടി എന്തൊക്കെയാടി? എന്തൊക്കെയാടി പറയണേ? ഏയ് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. നീ നേരത്തെ പറഞ്ഞ ചേച്ചി ഏതാണെന്ന് നിനക്കറിയാമോ? അത് ചേച്ചി തന്നെയല്ലേ? എടി ഒന്നും മിണ്ടാതിരേടി. ദേ മനുഷ്യ, ഈ ഇരിക്കുന്ന രണ്ടെണ്ണത്തിനെ എനിക്കറിയാം. സണ്ണിയുടെ വീട്ടിൽ നിൽക്കുന്നവര്. ഇവളേതാ? ചേച്ചി ഞാൻ ഇവരോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ വിളിക്കാത്ത പരിപാടിക്ക് വരണ്ടാന്ന്. ഒന്ന് മിണ്ടാതിരേടി. നിനക്ക് എന്താ ഇവിടെ പറയണ്ടേന്ന് അറിയത്തില്ലല്ലേ? കൂടുതലൊന്നും പറയണ്ട. നീ ബിബിൻ ചേട്ടനെ കാണാൻ വേണ്ടിട്ടല്ലേ വന്നത്? പിന്നെ മോള് വന്നപ്പോഴേ ഒരുങ്ങാൻ മേളിലോട്ട് ഇവരെ റൂമിൽ പോകുന്നുണ്ടല്ലോ, അതെന്തിനാ? എനിക്ക് ബിബിൻ ചേട്ടനെ ഇഷ്ടമായോണ്ടല്ലേ. മഞ്ഞു പെയ്തു വീണലില്ലേ, നീ പൊൻവെളിച്ചമായി നിറഞ്ഞേ, കുഞ്ഞു പൂമ്പാറ്റകൾ നിറഞ്ഞു പെയ്തൊരി നിറങ്ങൾ തൂവി നീ മഞ്ഞു പെയ്തു വീണലില്ലേ. അപ്പൊ ഇന്നലെ ഒരു അർജുനായിരുന്നല്ലോ. പിന്നെ കെവിനോ? ഓ അപ്പൊ ഈ പെണ്ണുങ്ങളെല്ലാം വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണല്ലേ വൈകുന്നേരം അസോസിയേഷന്റെ ഓണപരിപാടി ഉണ്ടായിട്ടും ഇവിടെ പരിപാടി വെച്ചത്? ഓണമല്ലായിരുന്നേ, വിഷു. വിഷു അതെ, ഈ ഓണവും വിഷുവും രണ്ടാണ്. രണ്ടും രണ്ട് കോൺട്രാസ്റ്റിൽ. ഈ കൗണ്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇതുങ്ങളേതാ? അത് അത് അന്ന് ഞാൻ ജോണിച്ചാനെ കാണാനായിട്ട് കോർക്കിൽ പോയില്ലേ, അവിടെ ടെസ്കോയിൽ വെച്ചിട്ട്. അപ്പൊ ഈ കൗണ്ടി മാത്രമല്ല, ഞങ്ങക്ക് ഫ്രീ അക്കോമഡേഷൻ തരാന്ന് റെന്റ് തരണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഫോൺ നമ്പർ വാങ്ങിച്ചതാ. പിന്നെ ഇന്ന് സഹായിക്കാന്നുള്ള മെസ്സേജ് അയക്കും. അതൊക്കെ കേട്ട് എഴുന്നള്ളി വരാൻ കുറെ എണ്ണം. ചേച്ചി അങ്ങനെ പറയരുത്. ഇവിടെ റെന്റിന് നിൽക്കുന്നവരെന്തോ പ്രശ്നക്കാരാണെന്നോ അലമ്പാണെന്നൊക്കെ പറഞ്ഞാണ് ഈ ചേട്ടൻ വിളിച്ചോണ്ടിരുന്നത്. എന്റെ ബെന്നിച്ചേട്ടാ. പിന്നെ ഇവർ ഒഴിവാക്കുന്നില്ല ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല, അല്ലാണ്ടാണെങ്കിൽ നോക്കാം. എല്ലാവർക്കും എന്നെ മതിട്ടാ. ഇവരെ കാണുന്നവരങ്ങനെയായിരുന്നു, കണ്ടു കഴിഞ്ഞപ്പോ മതിയായി. ഇതിലും എത്രയും നല്ല ആമ്പിളൊരു കോർക്കിലുണ്ട്. ദൈവമേ, എന്റെ കെട്ടിയവൻ ഇത്രയും വലിയ കോഴിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ചേട്ടാ അപ്പൊ ഗെയിം ഗെയിം നിന്റെ മുഴുവൻ ചെറിയ പെമ്പിള്ളാരെയും വിളിച്ചോണ്ട് വന്നിരിക്കുക. നിങ്ങളെ ഞാൻ ശരിയാക്കോടോ കാട്ടുകോഴി. ഈ ആണുങ്ങൾ കോഴികളാകുന്നത് പോട്ടേന്ന് വെക്കാം, പക്ഷെ പെമ്പിള്ളേരെ. അന്തേട്ടാ പെണ്ണുങ്ങൾ കോഴികളായ കുഴപ്പം? അങ്ങനെ പറഞ്ഞോട്. പണ്ട് ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എനിക്കൊരു സീനിയർ ഉണ്ടായിരുന്നു. പഠിച്ച് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആളുണ്ടാക്കിയ പ്രശസ്തി ഉണ്ടല്ലോ. സാധാരണ ഈ കോഴികളെ പെണ്ണുങ്ങളാ പേടിക്കാറുള്ളത്. പക്ഷേ ഇതൊരു പെണ്ണിനെ ഒരു എൻ്റയർ കോളേജിൽ ആണുങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആളുണ്ടാക്കിയ റേഞ്ച്? പക്ഷെ ആളുടെ പേര് കഷ്ടം. കോഴിയാൻസി. ഓ ഓ ഓ കഷ്ടം. അത് ശരി. ആഹാ, അപ്പൊ നിങ്ങളായിരുന്നല്ലേ ഇയാള്? എന്നിട്ട് നിങ്ങളാണെല്ലാവരെയും. അല്ലേ തന്നെ നമ്മുടെ അയർലൻഡിലെ പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചാല് അതിന് താനാരാ? ബെന്നിച്ച, ഇയാളാരാ? എനിക്കറിയില്ല, നീ വിളിച്ചിട്ട് വന്നാളെന്ന് ഞാൻ വിചാരിച്ചേ. ആഹാ, ആഹാ, അത് ശരി. അത് പിന്നെ എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ടപ്പോ എന്തുവാടേ? എന്തുവാടേ കഷ്ടം. എന്നിട്ട് അല്ല, ഇവരൊക്കെ വരുന്നുണ്ടപ്പോ ഇവിടെ എന്താ സംഭവം എന്നറിയാനായിട്ടേ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു.
ഒരു പിടി ഇളക്കി മറിച്ച് കുഴച്ചടിക്കണ പെണ്ണാളാണേ ചെറുചിരി നാണമെന്തേ അടിപൊളിയല്ലേ കളിച്ചിരി രുചി പകരണ നേരമായൊരുങ്ങി നിന്നെ ഇലകളിൽ ഒരു നിരയായി വന്നു നിന്നാട്ടെ മൊത്തത്തിൽ മിന്നണ ചേലും മൊത്തമായി കൂടെയുണ്ടെന്നേ തൊട്ടുകുട്ടി നുണയുന്ന രുചി പ്രമാദമല്ല